പണ്ട് പഠിക്കുന്ന കാലത്തും പിന്നെ കുട്ടികളുമായി ടൂറിന് വരുമ്പോഴും ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. സുന്ദരിയായ ഭാര്യയുമൊത്ത് ഇവിടെ ഇങ്ങനെ നടക്കുക. ലേശം പൈങ്കിളിയാണെങ്കിലും സംഭവം രസകരമല്ലേ? ഇന്ദുവിനറിയൂ, പെണ്ണ് കാണാൻ ഞാൻ വന്ന ദിവസം സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അമ്മയെ തൃപ്തിപ്പെടുത്താൻ ഒരു ചടങ്ങ് കൂടി, അത്രേ വിചാരിച്ചുള്ളൂ. കല്യാണത്തിന് സംഭവിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അമ്മയായിരുന്നു. എന്റെ മനസ്സ് അമ്മയാണ് മാറ്റിയെടുത്തതെന്നാണ് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ആഗ്രഹത്തെ അമ്മ എടുത്തോട്ടെ. മാത്രമല്ല, പെണ്ണിനെ കണ്ട് ഞാനങ്ങ് വീണുന്നാരും പറയരുതല്ലോ. അല്ല ആളാ, നിങ്ങളെയൊക്കെ അന്വേഷിച്ച് എവിടെയൊക്കെ തിരക്കുന്നറിയോ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ലേ ഇവരൊക്കെ പിടിച്ച് നേരെ നിർത്തി. ശ്രീരാമനും സീതയും നടുക്ക് നിൽക്കട്ടെ. ഊട്ടി വന്നിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഊട്ടിക്ക് വരുന്നേ? ശ്രീരാമൻ കൈ സീതയുടെ തോളത്തിട്ടോ? കുഴപ്പമില്ലേ? അന്നെ നിന്നിപ്പൊ കണ്ട സീതയുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്തൊരു സമയ ഉക്രു നിന്റെ നിക്കറും നേരെ ഇട്ടേ, ഒക്കെ പുറത്ത് കാണണ്ട. ഈ ചെക്കൻ്റെ വട്ടപ്പാലം തിരിയുന്നേ നേരെ അന്നെ ഒന്നുകൂടി ചേർന്ന് നിന്നേ. നിന്നെ കൊള്ളുന്നിടി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ ക്യാപ്പ് എടുത്തില്ല. ഓ സോറി. അതല്ല, ക്യാമറയുടെ ക്യാപ്പ്. എന്തിനത്? കളിയാക്കവരെ ദൈവം ശിക്ഷിക്കും. പുതിയ ക്യാമറ ആയിരുന്നു. അല്ല, അങ്ങള് നീന്താൻ അറിയൂ? അത് ഞാൻ നീന്തലൊന്നും അറിയത്തില്ല. കൈ കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്. എന്റെ ക്യാമറ എന്ത്? ക്യാമറ നിന്റെ അപ്പൻ. ആരെങ്കിലും എന്റെ കൈയൊന്ന് പിടിച്ചേ സ്നേഹിത. എന്റെ കർത്താവേ, എന്നെ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അല്ലാണ്ട് വീഴാൻ വഴിയില്ലല്ലോ സാർ. എന്നെ അടിച്ചു സാർ. ഇതേതാ ഈ ശവം? തന്നിൽ ഏതാവത് വീണ്ടെടുത്ത സാർ? തന്നെ അടിച്ച് നിന്റെ അപ്പനുണ്ടാ? സാറേ, ഞാൻ മുങ്ങൽ വിദഗ്ധനാ. വെള്ളത്തിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങിയെടുത്ത് തരും. ദൈവം കാണിച്ചെന്ന ആളടി. നീ മുങ്ങും. അതിനല്ലേ ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ? ഒരു ക്യാമറ വീണിട്ടുണ്ട്, മുങ്ങിയെടുത്ത് തരുമോ? പിന്നെ ക്യാമറ അല്ല, ശവത്തെ വേണമെങ്കിൽ ഞാൻ മുങ്ങിയെടുത്ത് തരും. ശവം വേണ്ട, ക്യാമറ മതി. അഡ്വാൻസ് വേണം. അഡ്വാൻസ് അവസാനം തന്നാ? അഡ്വാൻസ് ഫസ്റ്റിൽ വേണം. എത്രയാ? 100 രൂപ. 100 രൂപ? അത് വളരെ കൂടുതലാണോ? ഇതാ ഇത് 50 രൂപയുണ്ട്. ബാക്കി ഞാൻ പൊങ്ങുമ്പോ തരാം. മുങ്ങിക്കോ. എന്തേ? ചെല്ലു. ഞാൻ പറഞ്ഞു ശരിയല്ലേ? തണുത്തിട്ട് നിക്കാൻ പറ്റില്ലേ? ഉള്ള കൊണ്ട് കിട്ടാതെ ഒരു മനുഷ്യന് വണ്ടിയിലേക്ക് ഇന്ന് വരെ മുങ്ങിയില്ലാന്. ഇത് നാട്ടുകാരായി പോയില്ലേ? ഇത് ചെയ്യും. അന്നെ ഇയാളെന്താ ചാവാൻ പോണോ? ഞാൻ പിന്നാക്കം ചാടി, ഇയാളെ മുന്നാക്കം ചാടിയല്ലേ? എടുക്കനാ ചത്തത്. കാണുന്നില്ലല്ലോ. മുങ്ങിയ? അതിപ്പോ നമ്മൾ കണ്ടതല്ലേ? അതല്ലെന്ന്, ക്യാമറയുമായി മുങ്ങിയോന്ന്. മുങ്ങൽ വിദഗ്ധനല്ലേ? ക്യാമറ പോയെങ്കിൽ പോട്ടെ, ജീവൻ പോയ കഥയുണ്ട്. കേട്ട ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് ഭയങ്കര. ഇച്ചായൻ കള്ളക്കഥ പറയാൻ തുടങ്ങുന്നു. പോടി ഓടുന്നു. സാരമില്ല, അങ്കിൾ പറഞ്ഞു ഒരു കഥ കേൾക്കാൻ പറ്റിയ മൂടാ. അങ്ങനെ പറ. പക്ഷെ ഇതൊരു കഥയല്ല, നടന്ന സംഭവ. അപ്പാപ്പൻ മരിച്ച വിവരം കുമിളിയിലുള്ള വല്യപ്പനെ അറിയിക്കാൻ പോണം. അന്ന് ആരും അതിന് തയ്യാറല്ല. എന്റെ ചെറുപ്പത്തിൽ നോക്കുകൊണ്ട്
ഞാൻ എന്റെ ബുള്ളറ്റും എടുത്ത് തിരിച്ചു. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടിക്കാനം മുതൽ കുമിളി വരെ അന്ന് നല്ല കാടാ. നട്ടുച്ചയ്ക്ക് പോലും കൂരിരുട്ടു. ഏതാണ്ട് രാത്രി 11:45 ശ്മശാനത്തിനടുത്തെത്തി. തൊട്ടെതിരെയാണെങ്കിൽ അതിഭയങ്കരമായൊരു കൊക്ക. സായിപ്പ് കൊക്ക എന്നാണ് അതിന്റെ പേര്. പണ്ടെങ്ങാണ്ട് ഏതൊരു സായിപ്പ് ജീപ്പോടുകൂടി ആ കൊക്കയിലേക്ക് മറിഞ്ഞുത്രേ. ആ സായിപ്പും ജീപ്പും രാത്രികാലങ്ങളിൽ അതിലെ പോകുന്നവരെ ശല്യം ചെയ്യാറുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. കുറുക്കന്റെ ഊരിയിടലും കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടും മരം കൂച്ചുന്ന തണുപ്പും മൂടൽ മഞ്ഞുകൂടി ആയപ്പോ പിന്നെ പറയുകയും വേണ്ട. തൊട്ടു മുമ്പിൽ എന്താണെന്ന് ഒരു പിടിയില്ല. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ദൂരെ നിന്നൊരു വെളിച്ചം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് ബൈക്ക് നിന്നു. ആരോ പിടിച്ചു നിർത്തിയത്. ഞാൻ തളർന്നു. വെളിച്ചം എന്റെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കറുത്ത ജീപ്പും അതിനകത്ത് വികൃതരൂപനായ ഒരു സായിപ്പും. ഒരു നിമിഷം ഞാൻ ഗീവർഗീസ് പുണ്യാണെന്ന് മനസ്സിൽ ധ്യാനിച്ചു. കിക്കറിന്റെ ഒറ്റ ചവിട്ട്. ബൈക്ക് സ്റ്റാർട്ടായി. ഞാൻ വണ്ടി തിരിച്ചു വിട്ടു. തൊട്ടുപുറകെ സായിപ്പിന്റെ ജീപ്പും. ബൈക്ക് 80, 90, 100, 120. എനിക്ക് പുറകെ 2 അടി വ്യത്യാസത്തിൽ ആ കറുത്ത ജീപ്പും. ഞാൻ വളവ് തിരിഞ്ഞു. അതേ കറുത്ത ജീപ്പ് എന്റെ തൊട്ടു മുൻപിൽ എനിക്കെതിരെ. 2 തീക്കട്ട പോലെ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ്. എന്റെ കണ്ണ് ചിമ്മി. 1, 2, 3.